സുഹൃത്തുക്കളെ, ലിബ്രിയോഫീസ് റൈറ്ററിലെ ചില സങ്കേതങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചെറിയ ചെറിയ വീഡിയോകളിലൂടെ പറയുന്നത്. വർക്ക്ഷീറ്റ് തയ്യാറാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലിബ്രിയോഫീസ് റൈറ്ററാണ്. നമ്മുടെ ഫോർമാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ലിബ്രിയോഫീസ് റൈറ്ററിലാണ്. ആ ഫോർമാറ്റിലേക്ക് വിവിധ ചിത്രങ്ങളും ടേബിളുകളും ഒക്കെ കൊണ്ടുവരുന്നതിനും ഫോർമാറ്റ് ചെയ്യുന്നതിനും സഹായകമാകുന്ന എല്ലാ ടൂളുകളും ഓപ്പൺ ഓഫീസ് റൈറ്ററിലുണ്ട്, ലിബ്രിയോഫീസ് റൈറ്ററിലുണ്ട്. കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയാം, റൈറ്റർ തുറക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് റൈറ്ററിൻ്റെ പേജ് തുറന്നു വന്നിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്ക് മെനു ബാർ കാണാം, ടൂൾ ബാറുകൾ കാണാം, താഴെയും ടൂൾ ബാറുകൾ കാണാം. ഈ പേജ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. മുഴുവനായിട്ട് കാണണമെങ്കിൽ, അതിൻ്റെ ബോട്ടം കാണണമെങ്കിൽ നമുക്കതിനെ ഡ്രാഗ് ചെയ്യണം. ഈ പേജ് മുഴുവനായിട്ട് കാണണമെങ്കിൽ ഒരു സൗകര്യമുണ്ട്. അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു പ്ലസ് ചിഹ്നവും ലെഫ്റ്റ് സൈഡിൽ ഒരു മൈനസ് ചിഹ്നവും കാണാം. മൈനസ് ചിഹ്നം സൂം ഔട്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് സൂം ഔട്ടാവും, ചെറുതാവും. പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് വലുതാവും. ഇപ്പോൾ നമ്മൾ 100% ഇതാണ് ഒരു A4 പേജ് ക്രമത്തിൽ സൈസിലാണത് നിൽക്കുന്നത്. ഈ ലിബ്രിയോഫീസ് റൈറ്ററിൽ അതിൻ്റെ മാർജിൻ സെറ്റ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട്, ബോർഡർ കൊടുക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. ഇതെല്ലാം മെനു ബാറിലുള്ള ഈ ഫോർമാറ്റിലെ പേജ് എന്ന ടാബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യാം. ലിബ്രിയോഫീസ് റൈറ്ററിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ ഫോർമാറ്റ് മെനുവിലുള്ള പേജ് സെറ്റിങ്സ് എല്ലാം. അപ്പോൾ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് പേജ് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസർ, പേജ്, ഏരിയ, ട്രാൻസ്പാരൻസി, ഇങ്ങനെ കുറേ ഹെഡിങ്ങുകൾ കാണാം, ടാബുകൾ കാണാം. ഓരോന്നും നമുക്ക് ഈ ടാബുകൾ പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ വേർഡുമായി ബന്ധപ്പെട്ട, റൈറ്ററുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഓർഗനൈസർ നോക്കാം. തൽക്കാലം ഓർഗനൈസറിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. ഒരു വർക്ക്ഷീറ്റ് സെറ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല, അതുകൊണ്ടാണ്. ആദ്യം നമുക്ക് പേജ് എടുത്ത് നോക്കാം. ഈ പേജിൽ എന്തെല്ലാം കാണാം? ഫോർമാറ്റ് A4. ഇപ്പോൾ നമ്മൾ A4 സൈസിലാണ് നമ്മുടെ പേജ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിനെ മാറ്റം വരുത്താം, A3 ആക്കാം, ലീഗലാക്കാം. ഡിഫോൾട്ടായിട്ട് A4 വരും. അപ്പോൾ അതിൻ്റെ ആ പേജിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ നമുക്കിവിടെ കാണാൻ കഴിയും. മാത്രമല്ല അതിൻ്റെ ഓറിയൻറ്റേഷൻ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് പോർട്രേറ്റാണ്. അതിൻ്റെ ഒരു പ്രീവ്യൂ ഇവിടെ കാണാം. അതിനെ നമുക്ക് ലാൻഡ്സ്കേപ്പാക്കി മാറ്റാൻ വേണമെങ്കിൽ വീണ്ടും പോർട്രേറ്റാക്കി മാറ്റാം. മാർജിൻ ഇവിടെ ഡിഫോൾട്ടായിട്ട് 2 സെൻറ്റിമീറ്റർ, ഇവിടെ ഈ മാർജിൻ 2 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. അവിടെ പേജിൻ്റെ മാർജിൻ 2 സെൻറ്റിമീറ്ററാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് മാറ്റാം. എന്ത് ചെയ്യാം? ഈ 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഞാനൊരു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അതിൻ്റെ മാർജിൻ വരുന്ന പ്രീവ്യൂവിൽ മാറ്റം വരുന്നത് കാണാം. ഞാൻ 5 ആക്കുന്നു, 5 സെൻറ്റിമീറ്റർ ആക്കി. അതുകൊണ്ട് ഇവിടെ മാർജിൻ, ലെഫ്റ്റ് സൈഡിലെ മാർജിൻ 5 സെൻറ്റിമീറ്റർ ആയി. റൈറ്റ് സൈഡിലും ഞാൻ 5 സെൻറ്റിമീറ്റർ ആക്കി. അപ്പോൾ നമുക്ക് കാണാം എന്താണ്, റൈറ്റ് സൈഡിലും 5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ മാർജിൻ നമുക്ക് ആവശ്യാനുസരണം മാറ്റാം. ഡിഫോൾട്ടായിട്ട് വരുന്നത് 2 സെൻറ്റിമീറ്ററാണ്. ഇത് ഞാൻ വീണ്ടും 2 സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുകയാണ്. അപ്ലൈ. അപ്പോൾ മാർജിൻ 2 സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തത് അതൊന്ന് ക്യാൻസൽ ചെയ്യാണ്. നമുക്ക് ഈ പേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെന്ന് കരുതാം. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നത്? അതിനായിട്ട് വീണ്ടും നമ്മൾ പോകുന്നത് ഫോർമാറ്റ്, പേജ്. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് ഏരിയ എന്ന് പറയുന്ന ടാബിലാണ്. ഏരിയ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെയും ചില ടാബുകൾ കാണാം. നൺ, കളർ, ഗ്രേഡിയൻറ്റ്, ബിറ്റ് മാപ്പ്. ഇപ്പോൾ കളർ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനാണ്. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 2 കളറുകൾ കൂട്ടിച്ചേർന്ന് കൊടുക്കാനാണ്. ബിറ്റ് മാപ്പ് ചിത്രങ്ങളാണ്.
പാറ്റേൺ, ഹാച്ച്, ഇങ്ങനെ ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ കളറാണ് നമുക്ക് ആവശ്യമെങ്കിൽ കളർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അനുയോജ്യമായ ആവശ്യമായ കളർ ക്ലിക്ക് ചെയ്ത് ഓക്കെ അപ്ലൈ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നു കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് ആവശ്യമെങ്കിൽ തന്നെ ഒഴിവാക്കാനായിട്ട് എഡിറ്റിൽ പോയിട്ട് അൺഡു ക്ലിക്ക് ചെയ്താൽ മതി. എഡിറ്റ് അൺഡു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ബാക്ക്ഗ്രൗണ്ടിനെ ഗ്രേഡിയൻ്റ് ആക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഫോർമാറ്റ്, പേജ്, ഏരിയ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻ്റ് എടുക്കുക. ഗ്രേഡിയൻ്റ് 2 കളറാണ്. ഇതിൽ കുറേ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ 2 കളറുകൾ അവിടെ ഏതൊക്കെ കളറുകളാണ് അവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ, അപ്പോൾ ബ്ലാക്കും ബ്ലൂ ആണ് അവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. നമുക്കത് മാറ്റാൻ വേണമെങ്കിൽ ഈ ബ്ലാക്ക് എന്നുള്ളത് ഞാൻ റെഡാക്കി മാറ്റി, ബ്ലൂ എന്നുള്ളത് ഞാനൊരു ഗ്രീനാക്കി മാറ്റി, അപ്പോൾ ഇങ്ങനെ വരും. ഇനി അത് തന്നെ ലീനിയർ സെറ്റ് ടൈപ്പ് ഉണ്ട്, ആക്സിയൽ ആക്കാം, അല്ലെങ്കിൽ എന്താക്കാം റേഡിയൽ ആക്കാം. അതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം. ദെൻ അപ്ലൈ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയൻ്റ് കളറായിട്ട് മാറും. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്കതിനെ എഡിറ്റ് പോവുക, അൺഡു ചെയ്യുക, എഡിറ്റ് അൺഡു ഉണ്ടോ പോയി കിട്ടും. ഇങ്ങനെ നമുക്ക് പേജിൻ്റെ മാർജിൻ സെറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് ചെറിയ വീഡിയോകളായിട്ടാണ് നമ്മളത് പറയാൻ പോകുന്നത്. ഈ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതിന് നമുക്കൊരു ബോർഡർ കൊടുക്കണം, ഈ പേജിന് ബോർഡർ കൊടുക്കണം. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് ഫോർമാറ്റ് പേജ്. എപ്പോഴും ഓർത്താൽ മതി, വേർഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഫോർമാറ്റ് പേജിലാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ബോർഡർ. ആ ബോർഡർ ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ലൈൻ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നമുക്ക് കാണാം, പ്രീവ്യൂ ഇവിടെ കാണാൻ കഴിയും, നോ മാർജിനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ്, 4 സൈഡിലും എന്ത് വന്നിട്ടുണ്ട്, ഒരു ബോർഡർ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും മാത്രമേ ബോർഡർ ഉള്ളൂ. ദെൻ നാലാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ടോപ്പിലും ബോട്ടത്തിലും മാത്രമേ ഉള്ളൂ. അടുത്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എല്ലാ സൈഡും നമുക്ക് എന്ത് വേണം, ബോർഡർ വേണം, സെലക്ട് ചെയ്തു. ഇനി ആ ബോർഡറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് എങ്ങനത്തെ ലൈനാണ് വേണ്ടത്, കണ്ടിന്യൂസ് ലൈനാണെങ്കിൽ അത് ഡിഫോൾട്ടായിട്ട് വരും, കണ്ടിന്യൂസ് ലൈനാണ്. ഡബിൾ ലൈൻ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ആ ലൈനിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടാം, കളറ് നമുക്ക് മാറ്റാം. ഞാൻ ഇപ്പോൾ റെഡാക്കി, ദെൻ അപ്ലൈ ഓക്കെ ഉണ്ടോ. അപ്പോൾ ആ പേജിന് ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് പേജ് തുറക്കുക, പിന്നെ ഈ സൂം ഇൻ സൂം ഔട്ട്, ദെൻ ഫോർമാറ്റ് പോയിട്ട് പേജ് എടുത്തിട്ട് അവിടെ നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യാൻ കഴിയുന്നു. പോർട്രേറ്റ് ആക്കാം, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആക്കാം. ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ഇത്രയാണ് നമ്മൾ പറയുന്നത്. അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.